نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിന്റെ അടുക്കൽ മഖബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും വാഗ്ദാനം ചെയ്തത്, അതൊക്കെ നേടിയെടുത്ത് ഈ സദസ്സ് പിരിയാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ മജ്ലിസിൽ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം റിഫ്ഖൻ അഹ്ലുസുന്ന ബിഅഹ്ലിസുന്ന എന്നൊരു കിതാബാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, മുഹദ്ദിസുൽ മദീന എന്നറിയപ്പെട്ട ആധുനിക കാലഘട്ടത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലയെടുപ്പുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇന്ന് നിലവിൽ ലോകത്ത് തന്നെ ഹദീസിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ, ആ വിഷയത്തിൽ അതീവ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്. ഇന്നും മദീനത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്. അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഇവരുടെ കാലഘട്ടത്തിന് ശേഷം അഹ്ലുസുന്നത്തിന് ഇടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തിട്ടുള്ള ചില ഭിന്നിപ്പുകളും, ഇത് കണ്ടതിന്റെ പേരിലാണ് അദ്ദേഹം ഈ കിതാബ് രചിക്കുന്നത്. അഹ്ലുസുന്നക്കിടയിൽ സ്നേഹവും സാഹോദര്യവും പരസ്പരം വിട്ടുവീഴ്ചയും ഉണ്ടാകണം എന്ന ഒരു ആശയത്തിലാണ് ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. കിതാബ് എന്തായാലും ഈ ഒരു സദസ്സിൽ വായിച്ചു തീർക്കുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും എത്രയാണോ കൊണ്ട് സാധിക്കുന്നത് അതും ഇൻഷാ അല്ലാഹ് ഈ ഒരു മജ്ലിസ് പൂർത്തിയാക്കും. ഈ കിതാബിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ, ഒന്ന്, ആരാണ് അഹ്ലുസുന്ന, മനസ്സിലാക്കണല്ലോ, ആരാണ് അഹ്ലുസുന്ന. രണ്ടാമത്തത്, അള്ളാഹു മനുഷ്യന് നൽകിയ വലിയ നിഅമത്താണ് നാവ്, അതിനെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ. അതിനുശേഷം തജസ്സുസ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം, മറ്റൊരാളെ തെറ്റന്വേഷിച്ച് നടക്കുക, അത് പാടില്ലാത്തതാണ് എന്നതിനെ വിമർശിച്ചു കൊണ്ടുള്ള ചില അധ്യായങ്ങൾ. അതിനുശേഷം പരസ്പരം അനുകമ്പയും കൃപയും കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ. പിന്നെ അത് വിശദീകരിക്കുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ. മനുഷ്യരാണ്, ആരും മലക്കുകളല്ല, നബിമാരുമല്ല. അപ്പം സാധാ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു പണ്ഡിതന് സംഭവിച്ച ചില വീഴ്ചകൾ, അതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് എന്താ എന്നൊക്കെ സംബന്ധിച്ചാണ് ചുരുക്കി അദ്ദേഹം ഈ കിതാബിൽ വിശദീകരിക്കുന്നത്. നമ്മൾ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല എങ്കിലും മർമ്മപ്രധാനമായ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. ഗ്രന്ഥകാരനെ കുറിച്ച് പറഞ്ഞതുപോലെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ഉസ്താദ് കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഏകദേശം മദീനയിൽ 26 വർഷം സിഹാവ് സിത്ത മാത്രം അദ്ദേഹം ദർസ് എടുത്തിട്ടുണ്ട്. മസ്ജിദ് നബവിയിൽ 26 വർഷം സിഹാവ് സിത്ത മുഴുവൻ. അദ്ദേഹം ആദ്യം തുടങ്ങിയത് സഹീഹ് മുസ്ലിമാണ്, പിന്നെ സഹീഹ് ബുഖാരി, അങ്ങനെ പോയി അവസാനം സഹീഹ് ഇബ്നു, പിന്നെ സുനൻ ഇബ്നു മാജയോടുകൂടി സിഹാവ് സിത്തിന്റെ ക്ലാസ് അദ്ദേഹം പൂർത്തിയാക്കി. എനിക്ക് തോന്നുന്നു ഏകദേശം ബുഖാരിയുടെ ക്ലാസ് തന്നെ 600ഓളം ക്ലാസ്സുകളുണ്ട്. അവസാനം ഇബ്നു മാജയുടെ കിതാബ് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നവും ഏകദേശം 79ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കുന്നത്. ഇബ്നു മാജ, ഞാൻ മദീനത്ത് പഠനം തുടങ്ങിയ ആദ്യത്തെ വർഷം, ആ വർഷം അദ്ദേഹം ഇബ്നു മാജയാണ് പൂർത്തീകരിച്ചത്. ലാസ്റ്റ് ഏകദേശം 3 വർഷം എടുത്തു ആ കിതാബ് പൂർത്തീകരിക്കാൻ. 3 വർഷം ആഴ്ചയിൽ വെള്ളി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും മുസ്ലിം നബവിയിൽ. അൽഹംദുലില്ലാഹ് അവസാനം ഇബ്നു മാജ പൂർത്തീകരിച്ചു. ചില ശാരീരിക അസ്വസ്ഥതകൾ കാരണം അദ്ദേഹം ആ ദർസ്
ഒഴിവാക്കി. ഇന്ന് അദ്ദേഹത്തിന്റെ കുർസിയിൽ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ മകൻ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹമാണ് ക്ലാസ് നടത്തിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഇബ്നു മാജയുടെ അവസാന ഭാഗത്ത് ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ അൽഹംദുലില്ലാഹ് തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. വളരെ അന്ധനായ മനുഷ്യനാണ്, കണ്ണു കാണൂല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത അഗാധമായ പാണ്ഡിത്യമാണ്. അദ്ദേഹം ക്ലാസ്സിൽ ഇരിക്കും, കിതാബില്ല, ഒന്നുമില്ല, കണ്ണും കാണൂല. അദ്ദേഹത്തിന്റെ ഖാരി വായിക്കും, ഹദീസ് വായിക്കും. ഹദ്ദസന ഖാല അൽ ബുഖാരി, ഹദ്ദസന ഖുതൈബ, ഹദ്ദസന അബൂ ഹുമൈദ് എന്നിങ്ങനെ സനദ് വായിക്കുന്ന അനുസരിച്ച് ആ സനദിലെ ഓരോ റാവികളെ സംബന്ധിച്ചും ഷെയ്ഖ് പറയുന്നത് ആ ഹദ്ദസന എന്ന് പറഞ്ഞ റാവിയുടെ മുഴുവൻ പേരും പറയും, ആ റാവി മരണപ്പെട്ട വർഷം പറയും, ആ റാവിയെ സംബന്ധിച്ച് തഹ്ദീബിലൊക്കെ എന്താണ് വിശേഷണം നൽകിയത് എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ ഹിഫ്ദിന്റെ അഗാധമായ പാണ്ഡിത്യമാണ്. കണ്ണു കാണൂല, പക്ഷെ സഹീൽ ബുഖാരിയിലെയും സഹീൽ മുസ്ലിമിലെയും സകല റാവിമാരെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഹിഫ്ളാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ കിതാബ് എഴുതിയത്. അതിന്റെ കാരണം കൂടി ഞാൻ വിശദീകരിച്ചു. അപ്പൊ അദ്ദേഹം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം മുഖദ്ദിമയാണ്. അൽഹംദുലില്ലാഹി الذي ألف بين قلوب المؤمنين ورغبهم في الاجتماع والائتلاف وحذرهم من التفرق واختلاف وأشهد أن لا إله إلا الله وحده لا شريك له خلق فقدر وشرع فيسر وكان بالمؤمنين رحيما وأشهد أن محمدا عبده ورسوله الذي أمر بالتيسير والتبشير فقال يسروا ولا تعسروا وبشروا ولا تنفروا اللهم صل وسلم وبارك عليه وعلى آله المطهرين وأصحابه الذين وصفهم الله بأنهم أشداء على الكفار رحماء بينهم وعلى من تبعهم بإحسان إلى يوم الدين اللهم اهدني واهد لي واهد بي اللهم طهر من الغل جناني وسدد لإصابة الحق لساني اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي أما بعد. അദ്ദേഹം ആദ്യ കിതാബിന്റെ തുടക്കത്തിൽ നൽകിയ ഹംദും സലാത്തും ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഒരു ശൈലിയാണ്. അവര് കിതാബും മറ്റുള്ള എഴുത്തുകുത്തുകളും ആരംഭിക്കുന്നത് ഹംദും സലാത്തും കൊണ്ടായിരിക്കും. എന്തുകൊണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ആരംഭിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ മറ്റുള്ള ഭരണാധികാരികൾക്ക് എഴുതുന്ന കത്തിൽ റസൂൽ തുടങ്ങിയത് ഹംദും സലാത്തും കൊണ്ടാണ്. അതിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ, അതേപോലെ പരിശുദ്ധ ഖുർആൻ തുടങ്ങിയതും അതുകൊണ്ടാണ്, ബിസ്മിയും ഹംദും കൊണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇതിനെ പിൻപറ്റിക്കൊണ്ട് അവരുടെ കിതാബുകളും എഴുത്തുകുത്തുകളും മറ്റുള്ള എല്ലാ ക്ലാസുകളും മുഹാദറകളും ആരംഭിക്കുന്നതും ഹംദും സലാത്തും കൊണ്ടാണ്. അദ്ദേഹം പറയണം, ആദ്യം തുടങ്ങിയത് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആരാണ് അഹ്ലുസുന്ന എന്നതിനെ സംബന്ധിച്ചാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ ഈ കിതാബ് വായിക്കുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ്. ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നറിയപ്പെടുന്ന മുഅ്മിനീങ്ങൾ വ്യത്യസ്ത പേരുകളിലാണ് ഓരോ കാലഘട്ടത്തിലും അഹ്ലുസുന്ന അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് അഹ്ലുസുന്ന എന്നറിയപ്പെടുന്നവർ അവർ പരസ്പരം ഭിന്നതയിലും അഭിപ്രായ വ്യത്യാസത്തിലും പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അഹ്ലുസുന്ന പുറത്തുള്ളവരോട് സൗമ്യമായും അഹ്ലുസുന്ന വിട്ടുനിൽക്കുന്ന ബിദ്അകളോട് മാന്യമായ രൂപത്തിലും അഹ്ലുസുന്ന ഉള്ളിൽ നിൽക്കുന്നവർക്ക് ചില ചെറിയ മസാലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അതിൽ തഫ്സീഖും തബ്ദീഉം നടത്തി സലഫികൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ സൃഷ്ടിച്ച് ഭിന്നിച്ച് കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിതാബിന്റെ പഠനത്തിന്റെ ആവശ്യകത നമ്മൾ പറയാതെ തന്നെ ഓരോരുത്തർക്കും ബോധ്യമാണ്. നമുക്ക് ആദ്യം എന്താണ് അഹ്ലുസുന്ന എന്നതിനെ സംബന്ധിച്ച് ഷെയ്ഖ് പറഞ്ഞത് നമുക്ക് വായിക്കാം. അദ്ദേഹം പറയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ടേ അഹ്ലുസുന്ന എന്ന പേര് കിട്ടിയത് പണ്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നിലകൊണ്ടിട്ടുള്ള മാർഗം, ആ പാത, അത് പിന്തുടരുന്നവർക്കാണ് അഹ്ലുസുന്ന എന്ന് പറയുക. അഹ്ലുസുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ, അല്ലെ? റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിന്റെ ആൾക്കാർ, അതാണ് അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആൾക്കാർ. രണ്ടാമത്തത് അൽ ജമാഅ, ജമാഅ എന്ന് പറഞ്ഞാൽ സഹാബികളുടെ ആൾക്കാർ. കാരണം സുന്നത്തിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ഫോളോ ചെയ്യണം? സഹാബാക്കൾ മുഖേന.
അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും നിലകൊണ്ട മാർഗം. അതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. അഹ്ലുസ് സുന്ന ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുക, അനുകരിക്കുക. ജമാഅ ഉദ്ദേശിക്കുന്നത് സഹാബാക്കളുടെ മാർഗം പിൻപറ്റുക. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അദ്ദേഹം പറഞ്ഞു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഹുമുൽ മുത്തബിഊന, അവർ പിൻപറ്റുന്നവരാണ്, ലിമാ കാന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, റസൂലും റസൂലിന്റെ സഹാബാക്കളും നിലകൊണ്ട മാർഗത്തെ പിൻപറ്റുന്നവർ, ഇവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. വനിസ്ബതുഹും ഇലാ സുന്നത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടത് അല്ലത്തി ഹസ്സ അല തമസ്സുകി ബിഹാ, ആ സുന്നത്തിനെയാണ് നമ്മൾ മുറുകെ പിടിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ബിഖൗലിഹി, റസൂലുള്ളാഹി തങ്ങളുടെ വാക്കിലൂടെ. എന്താ അത്? ഫഅലൈകും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക. എങ്ങനെ മുറുകെ പിടിക്കണം? തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ കൈകൊണ്ട് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹി ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം. അതിന്റെ അർത്ഥം കടിച്ചു പിടിക്കുക എന്നല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആരോഗ്യപ്രദമായ ശക്തിയുള്ള ഒരു അവയവമാണ് അണപ്പല്ല്, അല്ലെ? നമ്മൾ പലതും കടിച്ചു പൊട്ടിക്കുന്നത് അണപ്പല്ല് കൊണ്ടാണ്, മുമ്പല്ല് കൊണ്ടല്ല. കാരണം അതിന് അത്രയും പവറുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സുന്നത്തിനെ മുറുകെ പിടിക്കണം. അതിന് മാത്രമല്ല, വഹദ്ദറ മിൻ മുഖാലഫതിഹാ ബിഖൗലിഹി, റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും നിലകൊണ്ട മാർഗം സ്വീകരിക്കണമെന്നും അതിനെതിരെയുള്ള മാർഗത്തെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണമെന്നും മാറി നിൽക്കണമെന്നും റസൂൽ താക്കീത് നൽകുകയാണ്. വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും നിലകൊള്ളാത്ത പുത്തനാശയങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബലാലത്താണ്, എല്ലാ ബലാലത്തും നരകത്തിലേക്കും ഉള്ളതുമാണ്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, റസൂലുള്ളാഹിയുടെ സുന്നത്തിന് ആരാണോ റസൂലിന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നത്, അവൻ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവനല്ല. ഇതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ, ഈ ഇത്രയും പറയപ്പെട്ട കാര്യം ചുരുക്കി പറഞ്ഞാൽ, രണ്ട് കാര്യങ്ങൾ റസൂൽ കൽപ്പിച്ചത്. ഒന്ന്, റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ, റസൂലിന്റെ സഹാബകളെ ചര്യയെ മുറുകെ പിടിക്കാൻ. അതിന്റെ കൂടെ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ എതിരാകുകയും ചെയ്യണം. അപ്പൊ രണ്ടും മനസ്സിലായി. ഒന്ന് അൽ വല വൽ ബറ, രണ്ടും അനിവാര്യമാണ്. വല എന്ന് പറഞ്ഞാൽ സുന്നത്തിനോടും സഹാബാക്കളോടും ചേർന്ന് നിൽക്കുക, ഇതിനെതിരെ നിന്നും വിട്ടു നിൽക്കുക, രണ്ടും അനിവാര്യമാണ്. രണ്ടും ഒന്നിച്ചു പോകുമോ? ഒരിക്കലുമില്ല. രണ്ടും ഒന്നിച്ച് ഒരിക്കലും മുന്നോട്ട് പോകൂല. ഒരാൾ സുന്നിയാണ്, അതായത് റസൂൽ സുന്നത്തിനെ ഫോളോ ചെയ്യുന്നവനാണ്, സഹാബാക്കളുടെ മാർഗം പിന്തുടരുന്നവനാണ്. അവൻ തന്നെ ഈ മാർഗത്തിനെതിരായ കാര്യത്തിനോട് അനുകമ്പ കാണിക്കുമോ? ഇല്ല. എതിരായ മാർഗത്തിന്റെ കൂടെ പോകുമോ? ഇല്ല. രണ്ടും ഒരിക്കലും ഒന്നിച്ച് അസാധ്യമാണ്. സൂര്യനും ചന്ദ്രനും ഒന്നിച്ചുണ്ടാവുമോ? ഇല്ല, അസാധ്യമാണ്. നട്ടുച്ചയ്ക്ക് ചന്ദ്രൻ ഉണ്ടാവും? ഇല്ല. ഏതും ഒന്ന്. അതേപോലെ എന്റെ അദ്ദേഹം പറയാണ്, ഫഹ്ലുസ് സുന്ന ളഹറത് അഖീദതുഹും ബിളുഹൂരി ബിഅസതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഹ്ലുസ് സുന്നത്തിന്റെ പാരമ്പര്യം. അഹ്ലുസ് സുന്ന അവരുടെ അഖീദ പ്രകടമാകുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ബിഅസത്തോടു കൂടിയാണ്. റസൂലുള്ളാഹി തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നബിയായി റസൂലായി നിയോഗിക്കപ്പെട്ടത് മുതൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പ്രകടമായി. അന്ന് റസൂൽ പഠിപ്പിച്ച അഖീദ എന്താണോ അതാണ് ഇന്നും എന്നും ഇനി ഖിയാമത്ത് നാൾ വരെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അന്ന് റസൂൽ പഠിപ്പിച്ച അമാലുകൾ എന്താണോ അതാണ് ഇന്നും എന്നും ഖിയാമത്ത് നാൾ വരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അനുഷ്ഠാനങ്ങൾ. അന്ന് റസൂൽ പഠിപ്പിച്ച നിലപാടുകൾ എന്താണോ അതാണ് ഇന്നും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾ. അതാണ് ഈ അഹ്ലുസ് സുന്നയുടെ പാരമ്പര്യം. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ബിഅസത്ത് മുതൽ അത് ആരംഭിച്ചു. എന്നാൽ വഅഹ്ലുൽ അഹ്വാ, ദേഹ ചെയ്ത ആൾക്കാർ, അതായത് ബിദ്അത്തിന്റെ കക്ഷികൾ, ഈ അഹ്ലുസ് സുന്നയിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ, വുലിദത് അഖായിദുഹും, അവരുടെ അഖീദ ഉടലെടുത്തിട്ടുള്ളത് ബഅദ സമനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. അല്ലെ? റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ബിദ്അഈ പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല, ഒരു വ്യതിയാന കക്ഷികളും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് അഹ്ലുൽ ബിദ്അ രംഗപ്രവേശനം ചെയ്യുന്നത്. എന്ത് മനസ്സിലായി?
അഹ്ലുൽ ബിദ്അ എപ്പോഴും ദലാലത്തിൽ തന്നെയാണ്, കാരണം റസൂൽ പഠിപ്പിച്ച മാതൃകയിലല്ല എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞു മിൻഹാ മാ കാന ഫി ആഖിരി അഹ്ദി സ്വഹാബ. ഈ വ്യതിയാന കക്ഷി ഉടലെടുത്തത് സഹാബാക്കളുടെ കാലഘട്ടത്തിലെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അല്ലെ. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ രംഗപ്രവേശനം ചെയ്ത 3 ബിദ്അഈ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് ഖവാരിജുകളാണ്. ഖവാരിജുകൾ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശത്രുക്കളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയിൽ കലാശിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്രീയ വിപ്ലവം ഉടലെടുക്കുകയും അതിൽ നിന്നും ചേരിതിരിഞ്ഞ് സിഫീൻ യുദ്ധത്തിൽ കലാശിക്കുകയും സിഫീൻ യുദ്ധത്തോടനുബന്ധിച്ച് ഖവാരിജുകൾ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. സിഫീൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അജ്മഈൻ, ഇവർ രണ്ടുപേരുണ്ടായ ഒരു രാഷ്ട്രീയ കലാപം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സിഫീൻ യുദ്ധം. ആ യുദ്ധത്തോടു കൂടിയാണ് ഖവാരിജുകൾ യഥാർത്ഥ രൂപത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവർ പകുതി സഹാബാക്കളെ കാഫിറാക്കി, ഇസ്ലാമിക ഭരണത്തിനെതിരെ തിരിയുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചിത്രത ഉണ്ടാക്കുകയും നാട്ടിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി പല കുഴപ്പങ്ങളും അവർ സൃഷ്ടിച്ചു. ഒരുപാട് സഹാബാക്കൾ അവർ കൊല്ലുകയും ചെയ്തു. രണ്ടാമത്തെ വിഭാഗം ഷിയാക്കളാണ്. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ അംഗീകരിക്കുകയും അഹ്ലുബൈത്തിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും അതിര് കവിഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനെ ഇലാഹാക്കുന്നതിടത്ത് വരെ അവരെത്തുകയും ചെയ്തു. അതാണ് ഷിയാക്കൾ. പിന്നെ വ്യത്യസ്ത വിഭാഗങ്ങളെ തിരിയുകയും ചെയ്തു. ഇതും സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉടലെടുത്ത ഒരു വിഭാഗമാണ്. മൂന്നാമത്തത് മുർജിയാക്കൾ. മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഖവാരിജുകളുടെയും ഷിയാക്കളുടെയും രാഷ്ട്രീയ കലാപങ്ങളൊക്കെ നടക്കുമ്പം എല്ലാത്തിനും വിട്ടുനിന്ന് മാറി നിന്ന ഒരു സംഘം, അവരാണ് മുർജിയാക്കൾ. അവർ പറഞ്ഞു ഈമാൻ ഉണ്ടായാൽ മതി, രക്ഷപ്പെടാം, അമലുകളൊന്നും വേണ്ട. എന്നിട്ട് ഈമാനും വിശ്വസിച്ചവര് ഓരോരുത്തരും ഓരോ ജോലിക്ക് പോയി. അതാണ് മുർജിയാക്കൾ. ഈ 3 പ്രസ്ഥാനങ്ങളും ബിദ്അഈ കക്ഷികളും സഹാബാക്കളുടെ കാലഘട്ടത്തിലെ ഉണ്ടായതാണ്. പിന്നെ അതിനെ തുടർന്ന് ഇതിന്റെ വ്യത്യസ്ത മതഭേദങ്ങൾ എന്ന് പറയുന്ന രൂപത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്യും. അതാണ് പറഞ്ഞത് വമിൻഹ മാ കാന ബഅദ ദാലിക്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷവും ഉണ്ടായിട്ടുണ്ട്. والرسول صلى الله عليه وسلم أخبر أن من عاش من أصحابه سيدرك هذا التفرق والاختلاف. റസൂൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്നവർ നിർബന്ധമായും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും കാണുക തന്നെ ചെയ്യും. ഫഖാല, റസൂൽ ഇങ്ങനെ പറഞ്ഞു, وإنه من يعش منكم فسيرى اختلافا كثيرا. എന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ثم أرشد إلى سلوك الصراط المستقيم. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ചൊവ്വായ പാതയിൽ നിങ്ങൾ നിലകൊള്ളണം. അതേതാ? وهو اتباع سنته وسنة خلفائه الراشدين. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തും സഹാബാക്കളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. وحذر من محدثات الأمور. അതിന്റെ കൂടെ തന്നെ റസൂൽ എന്ത് ചെയ്തു? പുതുതായി ഉണ്ടാകുന്ന ആശയങ്ങളെയും വ്യതിയാന കക്ഷികളെയും താക്കീത് നൽകുകയും ചെയ്തു. وأخبر أنها ضلال. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെല്ലാം ദലാലത്താണ്. റസൂലിന്റെ സുന്നത്തിനെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളും ദലാലത്താണെന്ന് റസൂലുള്ളാഹി തആല തന്നെ പഠിപ്പിച്ചു. وليس من المعقول ولا المقبول أن يحجب حق وهدي عن الصحابة ويدخر لأناس يبحثون بعدهم. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സഹാബാക്കൾക്ക് ബുദ്ധി തേടുന്ന കാര്യത്തിൽപ്പെട്ടതാ. സഹാബാക്കൾക്ക് സന്മാർഗവും ഹക്കും മറക്കപ്പെടുകയും സഹാബാക്കൾ ശേഷമുള്ള ആൾക്കാർക്ക് അത് സന്മാർഗമായി കാണിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമല്ല. അല്ലെ? റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച സഹാബാക്കൾക്ക് മനസ്സിലാക്കാത്ത ഖൈർ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി തങ്ങളുടെ വഹി ഇറങ്ങുന്ന നേരിട്ട് കാണുകയും റസൂലിന് ദീൻ പഠിക്കുകയും ചെയ്ത സഹാബാക്കൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയെടുത്ത് പിഴച്ചു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും? അവർക്ക് പിഴച്ചു, നമുക്ക് ശരിപറ്റി എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതൊരിക്കലും അസാധ്യമായ കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ സംബന്ധിച്ച് അങ്ങനെയാണ് പഠിപ്പിച്ചത്. അത് മാത്രമല്ല, വലൗ കാന ഫീ ശൈഇൻ മിൻഹാ ഖൈറുൻ ലസബഖ ഇലൈഹി സ്വഹാബ. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം എന്തെങ്കിലും ഖൈർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഖൈറിലേക്ക് എല്ലാവരെക്കാളും സഹാബാക്കളായിരിക്കും ആദ്യമായിട്ട് കടന്നു വരിക.
لكنها شر ابتلي به كثير ممن جاء بعده ممن انحرفوا عما كان عليه الصحابة وقد قال الإمام مالك. എന്നാൽ സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ടായ പല കാര്യങ്ങളും ഷർറാണ്. അത് ആ കാലഘട്ടത്തിലുണ്ടായ ആൾക്കാരൊക്കെ അതിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തതാണ്. അതിലൊന്നും എന്തില്ല, ഒരു ഖൈറും ഇല്ല. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയാണ്, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഇതൊരു അടിസ്ഥാനമാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം മാലിക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ്, ആ കിതാബാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഹദീസിന്റെ പ്രഥമമായൊരു കിതാബ്. എന്നാൽ ഹദീസിന്റെ കിതാബിൽ എന്നാൽ സിയാഹുസൈത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അതിന് കാരണം അതിൽ ഹദീസുകൾ മാത്രമല്ല, സഹാബാക്കളുടെ അക്വാലുകളുണ്ട്. കാരണം സഹാബാക്കളെ കണ്ട മനുഷ്യൻ ഇമാം മാലിക്. അതേപോലെ സഹാബാക്കളുടെ ഫത്വകളുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളാണല്ലോ. ഏകദേശം ഹിജ്റ 92 അദ്ദേഹം ജനിക്കുന്നത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ സഹാബാക്കളുടെ അഭിപ്രായങ്ങളും ഇജ്തിഹാദാത്തുകളും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കിതാബുണ്ട്, ഹദീസ് മാത്രമല്ല. അതുകൊണ്ടാണ് ആ കിതാബ് ഹദീസിന്റെ കിതാബുകൾ സിയാഹുസത്തിലൊക്കെ പെടാതെ മാറിപ്പോയത്. എന്ന് മാത്രമല്ല, വേറൊരു പ്രത്യേകത, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സഹീഹായ സനദ് എന്നറിയപ്പെടുന്ന സനദും ഇമാം മാലിക്കിന്റെ സനദാണ്. കാരണം അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് സഹാബാക്കളുടെ അല്ലെ. ഇമാം മാലിക്കിന്റെ സനദ് ഇമാം മാലിക്, അന്നാഫി, ഇബ്നു ഉമർ, 3 ആൾക്കാരേ ഉള്ളൂ. ഇമാം മാലിക്, നാഫി, ഇബ്നു ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സനദിന്റെ അവസ്ഥയാണ്. ബുഖാരിലേക്ക് എത്തുമ്പോൾ അതിൽ 17 12 ആൾക്കാരായി അല്ലെ, കുറഞ്ഞതും ഉണ്ട്. പക്ഷെ ഇമാം മാലിക്കിന്റെ സനദ് എങ്ങനെയാണ്? അതേപോലെ തന്നെ ഇമാം മാലിക് അൻ സുഹ്രി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഇമാം മാലിക്കിന്റെ ഗോൾഡൻ സനദ് എന്നറിയപ്പെടുന്ന സനദുകൾ പെട്ടതാണ്. അപ്പൊ അത്രയും പ്രസിദ്ധമായ കിതാബായി കൂടെ തന്നെ അതിനെ ഹദീസിന്റെ കിതാബിൽ പ്രബലമാകാനുള്ള കാരണം ഇതാണ്. അതിൽ ഹദീസുകൾ മാത്രമല്ല, സഹാബാക്കളുടെ ഫത്വകളുണ്ട്, സഹാബാക്കളുടെ ജിഹാദാത്തുകളുണ്ട്, ഇമാം മാലിക്കിന്റെ ആറാകളുണ്ട്. അങ്ങനെ പലതും ആ കിതാബിലുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആ കിതാബിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് പിൻകാലഘട്ടത്തിൽ ഒരു അടിസ്ഥാനമായി സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള വാക്കുകളാണ്. വളരെ ശ്രദ്ധയേറിയ ഗൗരവമേറിയ വാക്കുകളാണ്. അതിൽപ്പെട്ട ഒന്ന് ഇതാണ്, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടക്കാർ നന്നാകുകയില്ല ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിന്റെ തുടക്കക്കാർ എന്തുകൊണ്ടാണ് നന്നായത്? അതുകൊണ്ടല്ലാതെ. തുടക്കക്കാർ എന്തുകൊണ്ടാണ് നന്നായത്? അൽ ഖുർആൻ വസ്സുന്ന വമൻഹജുസ് സലഫ്. അതേ മാർഗം കൊണ്ട് മാത്രമേ പിൻകാലഘട്ടക്കാർ നന്നാകുകയുള്ളൂ. വലിദ, അതുകൊണ്ടാണ് ഫഇന്ന അഹ്ലസുന്ന യന്തസിബൂന ഇലസുന്ന. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ, അതായത് ഈ സുന്നത്തും സഹാബാക്കളെ പിൻപറ്റുന്നവർ സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടത്. وغيرهم ينتسبون إلى نحلهم الباطلة كالجبرية والقدرية والمرجئة والإمامية الاثنا عشرية أو إلى أسماء أشخاص معينين. ശ്രദ്ധിച്ചാൽ മതി, അഹ്ലുസുന്ന എപ്പോഴും അഹ്ലുസുന്ന സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടവരായിരിക്കും അല്ലെ, സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടവരായിരിക്കും. എന്നാൽ അഹ്ലുസുന്ന പുറത്തുള്ളവർ ആരും സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ടായി. അവരോരോ വ്യക്തികളിലേക്കോ വിഭാഗത്തിലേക്കോ ചേർക്കപ്പെട്ടവരാണ്. ഖദരിയാക്കള്, മുർജിയാക്കള്, ഇമാമിയാക്കള്, ഷിയാക്കള്, റാഫിദിയാക്കള്, അതേപോലെ തന്നെ ഖവാരിജുകള്, മുഅ്തസിലയാക്കള്, ഇതൊക്കെ ഒരു വിഭാഗത്തിലേക്കോ ഒരു വ്യക്തികളിലേക്കോ ചേർക്കപ്പെട്ടതാണ്. പക്ഷെ അഹ്ലുസുന്ന അത് വ്യക്തികളിലേക്കോ വിഭാഗത്തിലേക്കോ ചേർക്കപ്പെട്ടതല്ല, മറിച്ച് സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. പിന്നെ അതുപോലെ തന്നെ കൽ ജഹ്മിയ വൽ സൈദിയ വൽ അശ്അരിയ വൽ ഇബാദിയ, ഇതൊക്കെ ഓരോ വ്യതിയാന കക്ഷികളുടെ പേരുകളാണ്. വലാ യുഖാൽ ഇന്ന മിൻ ഹാദൽ ഖബീൽ അൽ വഹാബിയ്യ. ആ കൂട്ടത്തിൽപ്പെടുത്തിക്കൊണ്ട് വഹാബിയ എന്ന് പറയാൻ പാടില്ല. ആരെ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാരെ. പിന്നെ വഹാബിയ എന്നുള്ളത് നമ്മൾ ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു പരിഹാസമാണ്, വഹാബികൾ അല്ലെ. എന്താ യഥാർത്ഥത്തിൽ വഹാബികൾ ഉദ്ദേശിക്കുന്നത്? അഹ്ലുൽ ബിദ്അ. കാരണം ബിദ്അത്തിന്റെ ആൾക്കാർക്ക് അറിയാം അഹ്ലുസുന്ന എപ്പോഴും സുന്നത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണ്. വ്യതിയാന കക്ഷികളൊക്കെ ഓരോ വ്യക്തികളിലേക്കോ വിഭാഗത്തിലേക്കോ ചേർക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അഹ്ലുസുന്ന എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? നമ്മളെ ബിദ്അത്തിന്റെ കക്ഷികൾ ഉൾപ്പെടുത്തിയിട്ട് വഹാബി എന്ന വ്യക്തിയിലേക്ക്, ഇബ്നു അബ്ദുൽ വഹാബിലേക്ക് ചേർത്തുകൊണ്ട് വഹാബി എന്ന് പറയും. അത് അവരുടെ കുതന്ത്രമാണ്, ബിദ്അയുടെ കുതന്ത്രമാണ്. അവർക്കുള്ള സാധനം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരെ നമ്മൾ അഹ്ലുസുന്നയിലേക്ക് ചേർക്കാതെ വഹാബിയിലേക്ക് ചേർക്കുന്നത്. അപ്പൊ വഹാബി എന്ന് പറയാൻ പറ്റൂല, കാരണം നിസ്ബത്തൻ ഇല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാരെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തുകൊണ്ട് വഹാബി എന്ന് പറയാൻ പറ്റുന്നതല്ല. കാരണം
فإن أهل السنة في زمن الشيخ محمد بن عبد الوهاب وبعده لا ينتسبون هذه النسبة. أهل السنة മുഹമ്മദ് അബ്ദുൽ വഹാബിന് മുമ്പുണ്ട് ശേഷമുണ്ട്. മുമ്പുള്ളതും ശേഷമുള്ളതും ആ വ്യക്തിയിലേക്ക് ചേർക്കപ്പെട്ടതല്ല, മറിച്ച് സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ലിഅന്നഹു റഹിമഹുല്ലാഹ് ലം യഅതി ബിശൈഇൻ ജദീദ് ഫയുൻതസബു ഇലൈഹി. ഒരാളൊരു പുതിയ കാര്യം കൊണ്ടുവരുമ്പോഴാണല്ലോ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുക, അല്ലെ? മുഅ്തസിലകൾ പുതിയൊരു കാര്യം കൊണ്ടുവന്നപ്പോ പിന്നെ വാസിൽ ബിൻ അതാ, അദ്ദേഹമാണല്ലോ മുഅ്തസിലകളുടെ നേതാവ്. ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയുടെ സദസ്സിൽ നിന്നും പിഴച്ചു പോയ ഒരാളാണ് വാസിൽ ബിൻ അതാ. അദ്ദേഹത്തിന് ചേർത്തുകൊണ്ടാണ് മുഅ്തസിലിയ എന്നറിയപ്പെടുന്നത്. മുഅ്തസില എന്ന് പറഞ്ഞാൽ മാറിപ്പോവുക എന്നാണ്. അതായത് ഹസൻ ബസീർ റഹ്മത്തുള്ള സദസ്സ് നടക്കുന്ന സമയം വാസിൽ ബിൻ അതാ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ കൂട്ടത്തിലുണ്ടായിരുന്നു സദസ്സിൽ. അഖദിയായ വിഷയത്തിൽ ഇദ്ദേഹം ഈ വാസിൽ ബിൻ അതാ ഹസൻ ബസീറിനോട് ചോദിച്ചപ്പോൾ തന്നെ ഹസൻ ബസീർ തടഞ്ഞു. കാരണം ഇത് അഹ്ലുൽ കലാമിന്റെ വർത്തമാനമാണ്, പറയാൻ പാടില്ല. അതിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സദസ്സിന് പുറത്താക്കി. ഈ ഇഅ്തസൽ മിന്ന, നമ്മൾ ഇന്ന് മാറിപ്പോ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. അന്ന് ഇഅ്തസല എന്ന വാക്കിനത് ഉണ്ടായത്. ഇഅ്തസൽ എന്ന് പറഞ്ഞാൽ മാറിപ്പോവുക, അല്ലേ? വിശുദ്ധ ഖുർആനിലെ വാക്ക് ഫഅ്തസിലു നിസാ ഫിൽ മഹീൽ, ഹൈലുള്ള സമയത്ത് സ്ത്രീകളിൽ നിങ്ങൾ മാറിപ്പോകുക എന്ന് പറഞ്ഞല്ലോ. അതേ അർത്ഥം, മാറിപ്പോകുക. അങ്ങനെ ആ സദസ്സിന് മാറിപ്പോയ ആൾക്കാർ പിന്നീട് മുഅ്തസിലിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിന് നേതാവ് വാസിൽ ബിൻ അതാ. ആ വ്യക്തിയിലേക്കാണ് അത് ചേർത്തത്, അല്ലെ? ആ വ്യക്തിയിലേക്കാണ് ചേർത്തത്. അദ്ദേഹം പുതുതായി ഒരു ആശയം ഉണ്ടാക്കി. എന്നാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പുതിയൊരു ആശയം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് ചേർക്കപ്പെടാമായിരുന്നു, പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടു. മറിച്ച് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന മാർഗം പിൻപറ്റി എന്ന് മാത്രം. അതൊരു തജ്ദീദ് നടത്തി. കാരണം മുമ്പുണ്ടായ സുന്നത്തിനെ ഒന്ന് ബിദ്അത്ത് രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇദ്ദേഹം വരികയും ആ ബിദ്അത്തിനെ ഇല്ലാതാക്കുകയും മുമ്പ് കഴിഞ്ഞുപോയ സലഫുകളുടെ മാർഗം ജനങ്ങൾക്ക് തുറന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അതേ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ പുതിയ ഒരു സംരംഭം അദ്ദേഹം തുടക്കം കുറിച്ചിട്ടില്ല. അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടാൻ മാത്രം. അതായിരുന്നു ശരി യഥാർത്ഥത്തിലെ മുഹമ്മദ് അബ്ദുൽ വഹാബ്. അദ്ദേഹം സുന്നത്തിനെ പ്രകടമാക്കുകയും സുന്നത്തിനെ വ്യാപിപ്പിക്കുകയും സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തവനാണ്. وإنها يطلق هذه النسبة الحاقدون على دعوة الشيخ محمد بن عبد الوهاب الإصلاحية للتشويش على الناس. ഇത് ബിദ്അയുടെ എപ്പോഴുള്ള ഒരു സ്വഭാവമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ജനങ്ങൾക്കിടയിൽ വക്രീകരിക്കുകയും അവരുടെ മോശമായി ചിത്രീകരിക്കാൻ ചെയ്യുന്നുള്ളത് ബിദ്അത്തിന്റെ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. അവരെന്ത് ചെയ്തു? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്തിനെ അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? ജനങ്ങളെ സത്യത്തെ പിൻപറ്റുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മുന്നോട്ട് വെച്ച ആശയം, ആ മുൻഗാമികളുടെ ആശയത്തെ പിന്തുടരുന്ന ജനങ്ങളെ തടയുകയും അവർ മുന്നോട്ട് വെച്ച ബിദ്അത്തിനെ പിൻപറ്റാൻ പ്രോത്സാഹിപ്പിക്കും, അതിലവർ ബാക്കിയാകുകയും ചെയ്തു. ഇതാണ് ബിദ്അത്തിന്റെ ആൾക്കാർ ചെയ്തു കൂട്ടിയത്. അദ്ദേഹം പറയാൻ وقال الإمام الشاطبي في الاعتصام. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി al-i'tisam എന്ന് പറയുന്ന കിതാബിൽ സൂചിപ്പിച്ച ചില വാക്കുകൾ അദ്ദേഹം പറയാൻ وقال عبد الرحمن ابن مهدي എന്ന് പറയുന്ന വ്യക്തി قد سئل مالك بن أنس عن السنة. ഇമാം മാലിക്കിനോട് അഹ്ലുസുന്നയെ സംബന്ധിച്ച് ചോദിച്ചു. قال ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു هي ما لا اسم له غير السنة. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല? സുന്നത്തല്ലാതെ മറ്റൊരു പേരില്ല. വതല ഇമാം മാലിക് ഈ ആയത്ത് ഓതുകയും ചെയ്തു. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله എന്ന ആയത്ത് ഇമാം മാലിക് ഓതുകയും ചെയ്തു. അതിന്റെ അർത്ഥം അഹ്ലുസുന്നത്ത് സുന്നത്തിലേക്ക് അല്ലാതെ വേറൊന്നിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല എന്നർത്ഥം. വഹാബിയിലേക്കോ മറ്റുള്ളതിലേക്കോ ചേർക്കപ്പെടാൻ പാടില്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിലേക്ക് മാത്രം ചേർക്കപ്പെടേണ്ടതാണ്. അതിനാണ് ഇമാം മാലിക്കിന് ഈ ഖൗല് കൊടുത്തത്, അല്ലെ? ഇമാം മാലിക്കിനോട് ചോദിച്ചു, എന്താണ് അഹ്ലുസുന്ന, സുന്നത്ത് എന്താ? അപ്പൊ അതേ പറഞ്ഞ സുന്നത്തിന്റെ ആൾക്കാരെ സുന്നത്തിലേക്കേ ചേർക്കപ്പെടാൻ പറ്റൂ, മറ്റൊന്നിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല. കാരണം അള്ളാഹു പറഞ്ഞ എന്താ? ഇന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, ഇതാണ് എന്റെ ചൊവ്വായ മാർഗം.
ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. അത് സുന്നത്ത് മാത്രമാണ്. അപ്പൊ സുന്നത്തിലേക്ക് മാത്രമേ ചേർക്കപ്പെടാൻ പറ്റൂ. അതേപോലെ വഖാല ഇബ്നുൽ ഖയ്യിം ഫി മദാരിജ് സാലിക്കീൻ, മദാരിജ് സാലിക് എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഖദ് സുഇല ബഅദുൽ അഇമ്മ അനിസ് സുന്നഹ്, ചില ഇമാമുമാരോട് സുന്നത്തിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ ലാ ഇസ്മ ലഹു സിവ സുന്നഹ്, സുന്നത്തിന് സുന്നത്തല്ലാതെ മറ്റൊരു പേരില്ല. വഹാബിനോ മറ്റൊരു ഒരു പേരും സുന്നത്തിനില്ല, അഹ്ലുസുന്നക്കില്ല. വഹാബിന്നുമില്ല, കേന്നമൊന്നുമില്ല, വിഷ്ണൊന്നുമില്ല, അങ്ങനെ ഒരു പേരൊന്നില്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല. യഅനി അന്ന അഹ്ല സുന്ന ലൈസ ലഹും ഇസ്മുൻ യുൻസബൂന ഇലൈഹി സിവാഹ, അഹ്ലുസുന്നക്ക് സുന്നത്തിലേക്കല്ലാതെ മറ്റൊരു ചേർക്കപ്പെടുന്ന പേരും ഇല്ലതാനും. അപ്പൊ ഏത് വ്യക്തികളിലേക്കോ സംഘടന പേരുകളിലൊക്കെ ചേർത്ത് അഹ്ലുസുന്ന എന്ന് പറയാൻ നമുക്ക് യോഗ്യമല്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിനൊരു ഒരു വ്യക്തമായ ഒരു പേരിട്ട് കൊണ്ട് വിളിക്കാൻ നമുക്ക് അനുവാദമില്ല. അഹ്ലുസുന്നത്തിന്റെ സുന്നത്തിലേക്ക് മാത്രമേ ചേർക്കപ്പെടാൻ പറ്റൂ. അടുത്ത വഫീ കിതാബുൽ ഇന്തിഖാ ലിബ്ൻ അബ്ദുൽ ബർ, ഇമാം ഇബ്ൻ അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അൽ ഇന്തിഖാ എന്ന് പറയുന്ന കിതാബിൽ അത് ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അന്ന റജുലൻ സഅല മാലികൻ, ഒരു വ്യക്തി ഇമാം മാലിക്കിനോട് ചോദിച്ചു. ഫഖാല മൻ അഹ്ലുസ് സുന്ന, ആരാണ് അഹ്ലുസ് സുന്ന എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇമാം മാലിക് പറഞ്ഞു, അഹ്ലുസ് സുന്ന അല്ലദീന ലൈസ ലഹും ലഖബുൻ, അഹ്ലുസ് സുന്നക്ക് പ്രത്യേകമായിട്ടൊരു പേരില്ല. യുറഫൂന ബിഹി, അറിയപ്പെടാവുന്ന ഒരു പേര് അഹ്ലുസ് സുന്നക്കില്ല. ലാ ജഹ്മിയ്യുൻ വലാ ഖദരിയ്യുൻ വലാ റാഫിദീൻ, ഖദരിയാക്കളുമല്ല, ജഹ്മിയാക്കളുമല്ല, റാഫിദിയാക്കളുമല്ല. ഇവർക്കൊക്കെ വ്യക്തമായ ഒരു പേരുണ്ട്. അഹ്ലുസ് സുന്നക്ക് എന്തില്ല? വ്യക്തമായ ഒരു പേരില്ല, മറിച്ച് അവരെന്നും സുന്നത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണ്. വലാ ശക്ക, ഇത് ശൈഖ് പറയാണ്, വലാ ശക്ക അന്നൽ വാജിബ അലാ അഹ്ലിസ് സുന്ന ഫീ കുല്ലി സമാനിൻ വ മകാൻ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും അഹ്ലുസ് സുന്നയുടെ ആൾക്കാർക്ക് നിർബന്ധമാണ് പരസ്പരം ഐക്യത്തോടെയും ഇണക്കത്തോടെയും കഴിയുക എന്നുള്ളത്. പരസ്പരം തഖ്വയിലും അതേപോലെ നന്മയിലും സഹായിക്കുക എന്നുള്ളതും എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ സ്ഥലങ്ങളിലെയും അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്ക് അനിവാര്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഹ്ലുസുന്നയിൽപ്പെട്ട ചില ആൾക്കാർക്ക് ബാധിച്ച ചില കാര്യം, മിൻ വഹ്ശത്തിൻ വഖ്തിലാഫ്, അവർക്ക് അവരിലേക്ക് സ്വമേധയാ ചുരുങ്ങുകയും അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് എതിരാകുകയും ചെയ്ത ചില സ്വഭാവം. മിമ്മാ തറത്തബ അലൈഹി ഇൻശിഗാലു ബഅദിഹിം ബിബഅദ്, അതിലൂടെ എന്തുണ്ടായി? അഹ്ലുസുന്നയിൽപ്പെട്ട ചിലരിൽ നിന്നും ജോലി തിരക്കായി. തജ്രീഹൻ വതഹ്ദീറൻ വഹജറ, അവരെപ്പോഴും അവരുടെ സ്വഭാവം എന്തായിരിക്കും? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാരോട് തെറ്റുകൾ കണ്ടെത്തുകയും അവരുടെ ന്യൂനതകൾ കണ്ടെത്തുകയും അതിന് പിറകെ പോവുകയും അതിന്റെ പേരിൽ പരസ്പരം ഭിന്നിക്കുകയും ഹജർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനിടയിൽ ഉടലെടുക്കുകയും ചെയ്തു. വകാനൽ വാജിബു, അതുകൊണ്ട് തന്നെ നിർബന്ധമായ കാര്യമാണ് അൻ തകൂന ജുഹൂദുഹും ജമീഅൻ മുവജ്ജഹതൻ ഇലാ ഗൈരിഹിം മിനൽ കുഫാരി വഅഹ്ലിൽ ബിദ്അ അൽ-മുനാബിഈന ലിഅഹ്ലിസ് സുന്നഹ്, അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള ആൾക്കാർ പരസ്പരം തർക്കിക്കാതെ അവരെല്ലാം ഒന്നിച്ചുകൂടി ബിദ്അത്തിനെതിരെ തിരിയേണ്ടത് അനിവാര്യമാണ്. എന്ന് മാത്രമല്ല അഹ്ലുസുന്ന പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും കാരുണ്യത്തോടെയും കഴിയേണ്ടവരുമാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ പരസ്പരം ഇണക്കത്തോടെയും സൗമ്യതയോടുകൂടിയും നിങ്ങൾ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ചെയ്യുക. ഇതാണ് മുഖദ്ദിമ ശൈഖ് റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചത്. അവസാനം അദ്ദേഹത്തിന് ചില വാക്കുകൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ചില കലിമത്തുകൾ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നസീഹത്തൻ ലിഹഉലാഇ ജമീഅൻ, എല്ലാവർക്കും നസീഹത്ത് ഉപദേശം എന്നോണം, അഹ്ലുസുന്നയുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉപദേശം എന്നോണം. സായിലൻ അല്ലാഹു അസ്സ വജൽ അൻ യൻഫഅ ബിഹാദിഹിൽ കലിമാത്ത്, ഈ കലിമത്തുകൾ, ഈ വാക്കുകൾ എല്ലാവർക്കും ഉപകാരപ്പെടണം അല്ലാഹുവിനെ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ, ഇസ്ലാഹ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് വഖദ് സമ്മൈതു ഹാദിഹി നസീഹ, അതുകൊണ്ട് തന്നെ ഈ ഉപദേശം ഞാൻ പേര് വെച്ചു റിഫ്ഖൻ അഹ്ലുസ് സുന്ന ബി അഹ്ലിസ് സുന്ന എന്ന് ഞാൻ പേര് വെക്കുകയും ചെയ്തു. ഇതാണ് കിതാബ് എഴുതാനുള്ള കാരണം. കിതാബിന്റെ അർത്ഥം മനസ്സിലായില്ലേ? റിഫ്ഖൻ അഹ്ലുസ് സുന്ന ബി അഹ്ലിസ് സുന്ന, അഹ്ലുസ് സുന്നയിൽപ്പെട്ട ഓരോ വ്യക്തികളും
അഹ്ലുസുന്നയിൽപ്പെട്ട മറ്റു വ്യക്തികളോട് അനുകമ്പ കാണിക്കുക, സൗമ്യത കാണിക്കുക എന്നാണ്. കാരണം അഹ്ലുസുന്ന എപ്പോഴൊരു വലയത്തിനുള്ളിലുള്ളവരാണ്. ആ വലയത്തിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരെ കുറിച്ച് ചർച്ചയില്ല. അഹ്ലുസുന്ന ഉള്ളിൽപ്പെട്ട ആൾക്കാർ പരസ്പരം തെറ്റുകൾ തിരുത്തി കൊടുത്തു സ്നേഹത്തോടെയും ഐക്യത്തോടെയും സൗമ്യതയോടെയും കൂടി മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന്. وأسأل الله للجميع والتوفيق والسداد وأن يصلح ذات بينهم وأن يؤلف بين قلوبهم وأن يهديهم سبل السلام ويخرجهم من الظلمات إلى النور إنه سميع مجيب. ഇതാണ് ഇതിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാ സൂചിപ്പിച്ചത്. ഇനി അങ്ങോട്ട് ഓരോ വിഷയങ്ങൾ സൂചിപ്പിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം അദ്ദേഹം പറയുന്നത് നിഅമത്തുൻ നുത്ഖി വൽ ബയാൻ. അതൊന്നും വായിക്കേണ്ടതില്ല, ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, സംസാരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ആധുനിക കാലഘട്ടത്തിൽ അഹ്ലുസുന്നയിടയിൽ പ്രചരിച്ച ഒരു പ്രവൃത്തി, അഹ്ലുസുന്നയിൽപ്പെട്ട ആൾക്കാർ പരസ്പരം അവരുടെ തെറ്റുകൾ കണ്ടെത്തി അതിനെ വിമർശിക്കുക. ആ വിമർശിക്കുന്നത് എന്ത് രൂപത്തിലാണ്? നസീഹത്തോടുകൂടിയാണോ? ഒരിക്കലുമല്ല. മറിച്ച് മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ജനങ്ങൾ എന്റെ കൂടെ കൂടുകയും ചെയ്യണം എന്നൊരു ദുരുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഉപദേശം. നസീഹത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ അങ്ങനെ ആരും ചെയ്യുകയുമില്ല, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നാവ് എന്ന സംസാരശേഷി എന്ന നിഅമത്തിനെ സംബന്ധിച്ചാണ് ആദ്യം ഷെയ്ഖ് പറയുന്നത്, അല്ലേ? അത് അള്ളാഹു മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. എന്ന് മാത്രമല്ല, മനുഷ്യനെ മറ്റുള്ള ജന്തുജാലങ്ങളിൽ വ്യത്യസ്തമാക്കുന്നതും സംസാരം എന്ന ഒരു കഴിവാണ്, അല്ലേ? ശാസ്ത്രീയ നാമത്തില് മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ അറിയാം, എന്താ പറയാ? ഹയവാനുൻ നാതിഖ്. അറബി പറയുന്ന ഹയവാനുൻ നാതിഖ്, സംസാരിക്കുന്ന മൃഗം. ഇതാണ് മനുഷ്യൻ. മറ്റുള്ളവർക്ക് എന്തില്ല? സംസാരശേഷിയില്ല. മനുഷ്യന് അതുണ്ട്. അതുകൊണ്ട് ഹയവാനുൻ നാതിഖ് എന്നാണ് മനുഷ്യൻ അറിയപ്പെടുക. മറ്റുള്ള ജന്തുജാലങ്ങൾ മനുഷ്യൻ വ്യത്യസ്തപ്പെടുന്നതും വലിസാനും മുബീൻ, വ്യക്തമായ ഭാഷയുണ്ട് മനുഷ്യൻ. മറ്റുള്ളവർക്ക് എന്തില്ല? ഭാഷകളില്ല. ഇത് അല്ലാഹു മനുഷ്യൻ നൽകിയ വലിയ നിഅമത്താണ് എടുത്ത് സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ബലദ് അല്ലാഹു പറയാണ്, മനുഷ്യന് നാം 2 കണ്ണുകൾ നൽകി, അല്ലേ? വജഅൽനാ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, 2 ചുണ്ടും 1 നാവും മനുഷ്യന് നാം നൽകി. എന്തിനാ നൽകിയത്? അത് അല്ലാഹു വലിയ നിഅമത്തായിട്ട് എടുത്തു പറയുന്ന കാര്യമാണ്. മനുഷ്യന് നാവും 2 ചുണ്ടും നൽകി എന്നുള്ളത്. ഞാൻ ആലോചിച്ച് നോക്കിയ 2 ചുണ്ടിന് പകരം 1 ചുണ്ടാണ് മനുഷ്യനുള്ളതെങ്കിൽ എത്ര വികൃതമായിരിക്കും മനുഷ്യന്റെ രൂപം. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം ഇത് വളരെ അത്ഭുതകരമാണ്. നമുക്കൊരിക്കലും നിർണ്ണയിക്കാൻ പറ്റാത്തതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അപ്പൊ അള്ളാഹു പശുപ്പ് ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിനെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ചൊവ്വാക്കുകയും ചെയ്തു. ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടന. അത് നിഷേധിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യവും അല്ല. അപ്പൊ അതാണ് ആദ്യം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയുന്നത്, മനുഷ്യന്റെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് സംസാരശേഷി എന്നുള്ളത്. അതുകൊണ്ട് ഈ സംസാരശേഷി അള്ളാഹുവിന്റെ നിഅമത്തായത് കൊണ്ട് തന്നെ ഖൈറിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഷർറിൽ ഉപയോഗിച്ചാൽ ആ നിഅമത്ത് നമുക്ക് എതിരായി തീരുന്നതാണ്, മറ്റുള്ള എല്ലാ നിഅമത്തുകളെയും പോലെ, അല്ലെ? സമ്പത്ത് അള്ളാഹുവിന്റെ നിഅമത്താണ്, മക്കൾ അള്ളാഹുവിന്റെ നിഅമത്താണ്. ഇതൊക്കെ ഖൈറിലാണെങ്കിൽ മാത്രം. ഷർറിലാണെങ്കിലോ വബാലുൻ അലൈഹി, അതിന്റെ ആ ഉടമസ്ഥന്, സമ്പത്തിന് ഉടമസ്ഥൻ ഖൈറല്ലാത്ത മാർഗത്തിലാണ് സമ്പത്ത് ചെലവഴിക്കുന്നതെങ്കിൽ അതവന് വബിഷത്തായി വബിക്കും. എന്നാൽ ഖൈറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിഅമത്തായിട്ട് ബാക്കിയാണ്. അതേപോലെ തന്നെയാണ് സംസാരശേഷിയും. അതെപ്പോഴാണ് നമ്മൾ ഖൈറിൽ ഉപയോഗിക്കുന്നത് അത് ഖൈറായി തീരും, എപ്പോഴാണ് ഷർറാക്കുന്നത് അത് നമുക്കെതിരെ സാക്ഷ്യമാവുകയും ചെയ്യും. ഇതാണ് ആ ആമുഖത്ത് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ ഭാഗം ഹിഫ്ദുൽ ലിസാൻ മിനൽ കലാം ഇല്ലാ ഫി ഖൈർ. രണ്ടാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കുക. ഇത് നമ്മൾ വായിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ പറഞ്ഞല്ലോ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനിടയിൽ ആൾക്കാർക്കിടയിൽ പരസ്പരം കുറ്റം പറയാന്നുള്ളത് ഒരു രസമായി തീർന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ. ഈ ആധുനിക കാലഘട്ടം ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്. അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം കൂടിയാണ്, സാധാരണ ആൾക്കാരായി പ്രബോധകന്മാരായി അവർക്കിടയിൽ പണ്ഡിതന്മാരെ സംബന്ധിച്ച് കുറ്റം പറയാന്നുള്ളത് ഒരു രസവും ഹരവുമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഒരു പ്രവണതയാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ കുറ്റം പറയാം, അതൊരു രസം, ഒരാനന്ദം. പ്രത്യേകിച്ച് ഈ നാട്ടിലെ ആൾ കുറച്ച് കൂടുതലുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? പണ്ഡിതന്മാരെന്ന് പറയുന്നത് അത് വറഫത്തുൽ അംബിയ, അംബിയാക്കളുടെ വാരിസ്യങ്ങളാണ്. നമ്മളെ പോലെ സാധാ ആൾക്കാരല്ല. അവർ അള്ളാഹുവിന്റെ ഇൽമ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്.
ഖുർആനിന്റെയും സുന്നത്തിന്റെയും അറിവ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ നമ്മളെ പോലെ ഒരിക്കലാകൂല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമ പഠിച്ചവരും പഠിക്കാത്തവരും സമമാകുന്നു? ഒരിക്കലുമില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്വഭാവത്തിലാകൂല, സൃഷ്ടിപ്പിലാകൂല, സ്ഥാനത്തിലാകൂല, മൻസിലത്തിലാകൂല, ദുനിയാവിലും ആകൂല, ആഖിറത്തിലാകൂല. ഇൽമ പഠിച്ചവരും പഠിക്കാത്തവരും ഒരിക്കലും സമമാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാഹു. ഞങ്ങളുടെ ഹദീസ് പറഞ്ഞതുകൊണ്ട് ഇൽമ പഠിച്ച ഒരാൾക്ക് ഇൽമ പഠിക്കാത്തവരെന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്റെ സമുദായത്തിലെ ഏറ്റവും താഴേക്കടിയിലുള്ള മനുഷ്യനിൽ നിന്നും എന്റെ ഫദിലാണ്. റസൂലുള്ളാഹിക്ക് എത്ര ഫദിലുണ്ട്? അതേപോലെയാണ് എന്റെ ഉമ്മത്തിലെ ഇൽമ പഠിച്ചവരും പഠിക്കാത്തവരും. അത് മാത്രമല്ല, 14 രാവിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ പോലെയാണ് ആലിം എന്ന് പറയുന്നത്. മറ്റുള്ള ഗോളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചന്ദ്രൻ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ അതിമനോഹരമാണ്. അതേപോലെയാണ് എന്റെ ഉമ്മത്തിലെ ഇൽമ പഠിക്കാത്തവരിൽ ഇൽമ പഠിച്ചവർ. നമ്മൾ സമമാകുമോ? ഒരിക്കലുമില്ല. ആലിമിയോട് നമ്മൾ സമമാകുമോ? ഇല്ല. അത് മാത്രമല്ല, ആലിമികളെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞെന്താ അറിയോ? ആകാശത്ത് പറക്കുന്ന പറവകളും ആഴക്കടലിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും പാറക്കല്ലിനടിയിൽ അരിച്ചിറങ്ങുന്ന ഉറുമ്പുകളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന്. മലക്കുകളും ഈ പറയപ്പെട്ട മൃഗങ്ങളും ഒക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വിഭാഗത്തിനെ സംബന്ധിച്ച് നമ്മൾ കുറ്റം പറഞ്ഞു നമ്മൾ വലയത്തിലാകുമെന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ അവർ ഇജ്തിഹാദ് ചെയ്യും. ഒരുപക്ഷെ അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, മനുഷ്യരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലിൽ മുജ്തഹിദിന് 2 കൂലിയാണ്, അജ്റാൻ. വലിൽ മുജ്തഹിദി അജ്റാൻ. പണ്ഡിതൻ, ഇജ്തിഹാദ് ചെയ്യുന്ന പണ്ഡിതന് 2 കൂലിയാണ്. എപ്പോ ഇതാ അസ്വാബ, അവൻ ആ ഇജ്തിഹാദിൽ ശരി സംഭവിച്ചാൽ ഇജ്തിഹാദ് ചെയ്ത കൂലി, 2 ശരി പറ്റിയ കൂലി. ഇനി തെറ്റ് സംഭവിച്ചാൽ 1 കൂലിയാണ്. എന്താ? ഇജ്തിഹാദ് ചെയ്ത കൂലി. തെറ്റ് സംഭവിച്ച് കുറ്റം കിട്ടുമോ? ഇല്ല. അത് ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലും ആണ്. അങ്ങനെ പറയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് കുറ്റം പറയാന്നുള്ളത് വളരെ അപരാധമാണ്. നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് കുറെ വാക്കുകൾ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആലിമീങ്ങൾ ചെയ്യുന്ന ഒരുപാട് നന്മകൾ ഉണ്ടാവും. അതുകൊണ്ട് അതിനോട് കൂടെ തന്നെ അവരുടെ ജീവിതത്തിൽ മനുഷ്യരാണ്, മലക്കുകളോ നബിമാരോ അല്ല. അപ്പൊ അവരുടെ കൂട്ടത്തിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ ഉണ്ടാവും. അവർ ചെയ്ത നന്മയുടെ കടലിൽ ആ ചെറിയ തിന്മകൾ മുങ്ങിപ്പോകുന്നതാണ്, അതില്ലാതാകുന്നതാണ് എന്ന്. ഇതാണ് ആലിമിയുടെ പ്രത്യേകത. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ കുറ്റം പറയാൻ നിന്നാൽ നമ്മൾ ബലാലത്തിലാകുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയുന്നത്, നാവിനെ സൂക്ഷിക്കുന്ന ആവശ്യകതയെ സംബന്ധിച്ച് ഷെയ്ഖ് പറയാണ്, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യണം, ഖൗലൻ സദീദ, നേരായ വാക്കുകൾ. കളവോ ആരോപണമോ അല്ലാതെ നേരായ വാക്കുകൾ നിങ്ങൾ പറയുകയും ചെയ്യുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. അങ്ങനെ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ അഅമാലുകൾ നന്നാക്കുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ ആരനുസരിക്കുന്നുവോ അവനാണ് ഫഖദ് ഫാസ ഫൗസൻ അദീമ, വിജയിച്ചവൻ. അല്ലാഹു വീണ്ടും പറയാണ്, വഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം. ഇജ്തനബ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? പാടേ ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, നിങ്ങളുടെ നശിപ്പിച്ച് കളയുന്ന 7 വൻ പാപങ്ങൾ ഒഴിവാക്കണം. തർക്ക് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന അർത്ഥം. പക്ഷെ ഇജ്തനബ് നമ്മുടെ വ്യത്യാസം എന്താ അറിയോ? രണ്ടും ഒരേ അർത്ഥമാണ്. തറക്ക ഒഴിവാക്കി, ഇജ്തനബ ഒഴിവാക്കി. രണ്ടും വ്യത്യാസം എന്ന് വെച്ചാല് ഇജ്തനബ എന്ന് പറഞ്ഞാൽ പാടേ ഒഴിവാക്കി, എടുത്ത് പറിച്ചു കളയാ, പിന്നെ ഒരു ബന്ധമില്ല. അപ്പൊ അതാണ് ഉപയോഗിച്ച വാക്ക്. ഈ ജിത്തനിബു, നിങ്ങൾ ഒഴിവാക്കണം, പാടേ ഒഴിവാക്കണം. നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ്. കസീറം മിനദ്ദൻ, ഊഹങ്ങൾ നിങ്ങൾക്ക് പറ്റാത്തതാണ്. ഇന്ന ബഅദദ്ദൻ, കാരണം ഊഹങ്ങളിൽ ചിലത് ഇസ്മുൻ, അത് പാപകരമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നല്ലതേ വിചാരിക്കാവൂ. അവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മോശത്തരം വിചാരിക്കാൻ പാടില്ല. അതേപോലെ വലാ തജസ്സസു, നിങ്ങൾ തജസ്സസു, ജാസൂസിന്റെ പണിയെടുക്കാൻ പാടില്ല. അതായത് മുഅ്മിനീങ്ങളുടെ കുറവുകൾ അന്വേഷിച്ചു പോകാൻ പാടില്ല. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടാവും? ഇല്ല, അത് മലക്കുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അമ്പിയാക്കളാണ്. മാസൂമികളായ അമ്പിയാക്കൾ മാത്രമാണ്. ഇവരല്ലാത്ത ബാക്കി എല്ലാവരും തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. സംഭവിച്ചേ മതിയാകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്.
കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റുകൾ സംഭവിക്കുന്നവരാ. എന്നാൽ അവർ കൂട്ടത്തിൽ നല്ല മനുഷ്യൻ ഏതാ? അത്തൗവാബുൻ, തൗബ ചെയ്ത് മടങ്ങുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ തെറ്റുകൾ അന്വേഷിച്ച് നടക്കാൻ പാടില്ല. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാനും പാടില്ല. എന്നിട്ട് അള്ളാഹു അതിന് ഉപമിച്ചെങ്ങനെ അറിയോ? അയുഹിബ്ബു അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അയ്യകുല ലഹ്മ അഖീഹി മൈത, മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ആരും ഇഷ്ടപ്പെടൂല. നമ്മുടെ ശത്രുക്കളാണെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ മനസ്സിൽ സഹതാപം ഉണ്ടാവും, ഇല്ലേ? കൊടിയ ശത്രുവാണെങ്കിലും മനസ്സിലൊരു സഹതാപം തോന്നും മരിച്ചു കിടക്കുന്ന കണ്ട. അല്ലാഹു പറയും ഇല്ല, നിങ്ങളോടത് പറ്റൂല, നിങ്ങളോട് അസാധ്യമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അപരാധം പറയുന്നതും കുറ്റം പറയുന്നതും. അതുകൊണ്ട് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. പിന്നെ അല്ലാഹു വീണ്ടും പറയും വഖാല തആല വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, ആ മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നാം അറിയുന്നവനുമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ ഞാൻ അവനുമായി അടുത്തവനാണ്. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഫഈദ്, അവന്റെ ഇടതും വലതുമായി രണ്ട് മലക്കുകൾ ഇരുന്നിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ, അവൻ ഉച്ചരിക്കുന്നില്ല ഒരു വാക്കും. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്താതെ. അപ്പൊ നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും സംസാരിക്കുന്ന പ്രയോഗങ്ങളും അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. വീണ്ടും അല്ലാഹു പറയുന്നു വഖാല തആല വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന. ഇത് വളരെ ഗൗരവം ചിന്തിക്കേണ്ടതാണ്. വല്ലദീന യുദൂനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ. വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളെയും എങ്ങനെ പ്രയാസപ്പെടുത്തുന്നവർ? ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്ത കാര്യത്തിന്റെ മേലെ, അതായത് ആരോപണം പറയാം, കുറ്റം പറയാം. ഫഖദ് ഇഹ്തമലു, തീർച്ചയായും അവർ വഹിച്ചിരിക്കുന്നു, ബുഹ്താനൻ, ഏറ്റവും വലിയ ആരോപണം, വഇസ്മൻ മുബീന, വ്യക്തമായ പാപവും. അതായത് മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്നത് തുല്യമാണ് അവർ ചെയ്യാത്ത കാര്യങ്ങൾ ആരോപണം അവരെ സംബന്ധിച്ച് പറയുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് വ്യക്തമായ വഴികേടും വ്യക്തമായ ആരോപണവുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്. ഇനി അതിനുശേഷം ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ചില ഹദീസുകൾ, നാവിന് സൂക്ഷ്മവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വഫീ സഹീഹ് മുസ്ലിം, മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കണം അതദറൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, സഹാബാക്കൾ പറഞ്ഞു അറിയില്ല, അല്ലാഹു റസൂലിനെ അറിയും. അപ്പോൾ റസൂൽ പറഞ്ഞു ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ സംബന്ധിച്ച് നീ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിന്റെ സഹോദരനെ സംബന്ധിച്ച് വേണ്ടാത്ത കാര്യം, അവന് വെറുപ്പുണ്ടാക്കുന്ന കാര്യം നീ സംസാരിക്കലാം. ഖീല, അപ്പോൾ റസൂൽ ചോദിക്കപ്പെട്ടു അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറഞ്ഞ കാര്യം അവൻ ഉള്ളതാണെങ്കിലോ? അപ്പൊ ഞാൻ വ്യക്തിനെ സംബന്ധിച്ച് കുറ്റം പറയാൻ അവൻ ചോദിച്ചു നീ കണ്ടിട്ടുണ്ടോ? അവൻ ചെയ്തത് തന്നെ, അവൻ ചെയ്ത കാര്യം തന്നെ, അങ്ങനെ അവൻ ചെയ്തതാണെങ്കിൽ തന്നെ അത് പറയുന്ന ഗീബത്താണോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇൻ കാന ഫീഹി മാ തഖൂൽ, നീ പറഞ്ഞ കാര്യം ആ വ്യക്തിയിൽ ഉള്ളതാണെങ്കിൽ ഫഖദ് ഇഗ്തബ്തഹു, നീ അവനെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞു, കുറ്റം പറഞ്ഞു. വഇൻ ലം യകുൻ ഫീഹി, എന്നാ നീ പറഞ്ഞ കാര്യം ഇല്ല എങ്കിൽ ഫഖദ് ബഹത്തഹു, നീ അവനെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു. രണ്ടും ഗുരുതരമായ പാപമാണ്. ഗീബത്തും ആരോപണം പറയലും രണ്ടും ഗുരുതരമായ പാപമാണ്. അതേപോലെ അബൂ ഹുറൈറ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ كتب على ابن آدم نصيبه من الزنا مدرك ذلك لا محالة فالعينان زناهما النظر والأذنان زناهما الاستماع واللسان زناه الكلام واليد زناها البطش والرجل زناها الخطأ والقلب يهوى ويتمنى ويصدق ذلك الفرج ويكذبه رواه مسلم. ഈ ഹദീസ് വളരെ ഗൗരവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആദമിന്റെ മനുഷ്യന് സിനയിൽ നിന്നും ഒരു ഓഹരി എന്തായാലും അവന്റെ ജീവിതത്തിൽ സംഭവിക്കും. പറയാൻ കണ്ണുകൊണ്ടുള്ള നോട്ടം അത് സിനയാണ്, കാതുകൊണ്ടുള്ള കേൾവി അത് സിനയാണ്, കൈകൊണ്ടുള്ള തൊടൽ അതും സിനയാണ്, കാലുകൊണ്ട് തിന്മയിലേക്ക് നടക്കൽ അതും സിനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ഖൽബു യഹ്വാ വയതമന്ന, കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് തൊട്ടതും ചെവി കൊണ്ട് കേട്ടതും നാവ് കൊണ്ട് സംസാരിച്ചതും ഹൃദയം ആഗ്രഹിക്കുകയും
ഹൃദയം അതിൽ ആശിക്കുകയും ചെയ്യും. അല്ലെ, സ്വാഭാവികം. അപ്പൊ രണ്ടാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസദ്ദിഖു ദാലികൽ ഫർജു വയകദിബുഹു. ആ മനസ്സ് ആഗ്രഹിച്ച കാര്യം ചിലപ്പോ ഗുഹ്യാവയം സത്യപ്പെടുത്തും, ചിലപ്പം കളവാക്കും. അത് ചെയ്താൽ ഗുഹ്യാവയം അത് സത്യപ്പെടുത്തും, ചെയ്തിട്ടില്ല എങ്കിൽ ഗുഹ്യാവയവം അതിനെ കളവാക്കി. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിനുശേഷം റസൂലുള്ളാഹിയുടെ മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ബുഖാരി ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് മറ്റുള്ള മുസ്ലിമീങ്ങൾ ഇവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനായവനാണ്. അപ്പൊ ചവിട്ടിയാലോ കാലുകൊണ്ട് പറ്റുമോ? അഗ്ലബുൽ ഗാലിബ് എന്നാണ് സാധാരണ പണ്ഡിതന്മാര് പറയാം. മഖ്റജുൽ ഗാലിബ്, അധികവും ഒരു മനുഷ്യൻ മറ്റുള്ള ഉപദ്രവിക്കുന്ന ഒന്നുകിൽ നാവിലൂടെ അല്ലെങ്കിൽ കയ്യിലൂടെ, അല്ലെ? അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അതല്ലാതെ മറ്റേത് രൂപത്തിൽ കണ്ണുകൊണ്ടുള്ള നോട്ടം കൊണ്ടാണ് പ്രയാസപ്പെടുത്തിയെങ്കിലും ഈ ഗണത്തിൽപ്പെടുന്നതാണ്, അല്ലെ? ചില വെറുപ്പോടെ അറപ്പോടെ ഒരു നോട്ടം നോക്കൂലേ, അതും ഈ ഗണത്തിൽപ്പെട്ടതാണ്. അതൊന്നും ഇല്ലാത്തവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നാവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നു. അവസാനം അദ്ദേഹം പറയാണ്, വറവൽ ബുഖാരി ഫീ സഹീഹി വമുസ്ലിം ഫീ സഹീഹി. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹീഹായ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഖൈറായ കാര്യങ്ങൾ സംസാരിക്കുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ്. നമുക്ക് ഖൈറായി തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുക, ഖൈറല്ലാത്തതാണെങ്കിൽ മിണ്ടാതിരിക്കുക. ഒരാളെ സംബന്ധിച്ച് കുറ്റം പറയാന്നുള്ളത് നമുക്കൊരിക്കലും ഖൈറല്ല. ഒരാളെ സംബന്ധിച്ച് ഗീബത്ത് പറയാന്നുള്ളത് നമുക്ക് ഖൈറല്ല, നമുക്ക് ഭൂഷണമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാടെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഗീബത്തും ആരോപണവും നമീമത്തും അതൊക്കെ വളരെ അപകടം പിടിച്ച തിന്മകളാണ്. ഹദീസ് ശേഷം ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഫ്ലിസിനെ സംബന്ധിച്ച്, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ട ഹദീസാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞ വാക്കുകളെല്ലാം നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷ്യമായി നിൽക്കുന്നതാണ്. നമ്മുടെ നന്മകളെ ഇല്ലാതാക്കാൻ അത് കാരണമാകുന്നതാണ്. നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ അർബഊന നവവിയ്യ എന്ന കിതാബിന്റെ ശറഹിൽ നവവി റഹ്മത്തുള്ളാഹി പറയാൻ, നിങ്ങൾ ലൗ കതംതും തശ്തുറൂന കൽ ഗാദിൽ ഹസ്വ ലസഖത്തും അൻ കസീരിൻ മിനൽ കലാം. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരുപാട് കണ്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പാടില്ല, മറിച്ച് കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ കൂടുതൽ മൗനം പാലിക്കലാണ് മുഅ്മിനീങ്ങൾക്ക് ഭൂഷണമായിട്ടുള്ളത്. അതേപോലെ നബി റഹ്മത്തുള്ളാഹിയുടെ മറ്റൊരു ഖൗലിൽ അദ്ദേഹം പറയാൻ, വൽവാജിബു അലൽ ആഖിലി അൻ യുൻസിഫ ഉദ്നൈഹി മിൻ ഫീഹി. ഒരാള് തന്റെ വായിൽ നിന്നോ ചെവിയോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കൽ അനിവാര്യമാണ്. അതെന്താ ബാധ്യത? എന്താ? അന്നഹു ഇന്നമാ ജുഇലത് ലഹു ഉദ്നാൻ വഫമുൻ വാഹിദ് ലിയസ്മഅ അക്തറ മിമ്മാ യഖൂൽ. നമുക്ക് രണ്ട് ചെവിയുണ്ട്, വായത്തെണ്ണുണ്ട് ഒന്ന്, അല്ലെ? അതങ്ങനെ ആക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം, പറയുന്നത് കുറക്കണം, കേൾക്കുന്നത് കൂട്ടണം. അപ്പം ആവശ്യമുള്ള കാര്യം മാത്രം മിണ്ടുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതുകൊണ്ടാണ് ഒരു നാവും രണ്ട് ചെവിയും അള്ളാഹു നൽകാനുള്ള കാരണം എന്ന് നബി റഹ്മത്തുള്ളാഹി പറയാൻ. അതേപോലെ അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി പറയാൻ, മനുഉതുലിയ ബിലിസാനി മുത്ലിഖ് വഫുആദി മുത്ബിഖ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഖൈർ ഉണ്ടാക്കിയവൻ അവൻ കൂടുതലായി മിണ്ടാതിരിക്കുന്നവനാണ്. ഏറ്റവും കൂടുതൽ ഷർറിലായവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ടത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി സൂചിപ്പിക്കുന്നു. നമുക്കിത് മതിയാകുന്നതാണ്. ഇതിനു ശേഷം അദ്ദേഹം പറയുന്നത് അദ്ദന്നു വത്തജസ്സുസ്. മുഅ്മിനീങ്ങളെ കുറിച്ചുള്ള മോശ വിചാരവും അതുപോലെ മുഅ്മിനീങ്ങളെ കുറിച്ചുള്ള കുറ്റങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതിന്റെ അപകടത്തെയും ഗൗരവത്തെ സംബന്ധിച്ചാണ് ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വായിക്കാം. ഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.